ഒരു വട്ടമെങ്കിലും ചാണക്യനെന്ന് ഏവരും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാകും. ചരിത്രത്തിൽ മാത്രമല്ല വർത്തമാനത്തിലും മരണമില്ലാത്ത വ്യക്തിസത്തയാണ് ചാണക്യൻ. ആരാണ് ചാണക്യൻ? പുരാതന ഭാരതത്തിലെ ഒരു ബഹുമുഖ പ്രതിഭ. രാഷ്ട്രതന്ത്രത്തിലും രാഷ്ട്ര സിദ്ധാന്തത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ അനുഭവജ്ഞാനത്തിൻ്റെ പേരിലാണ് ചാണക്യൻ അറിയപ്പെടുന്നത്. കൗടില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അദ്ദേഹത്തിന് പേരുകളുണ്ട്. ഭാരത ചരിത്രത്തിലെ മഹാന്മാരായ രാഷ്ട്ര ചിന്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്നും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല തുറകളിലും മുഴങ്ങുന്നുണ്ട്. രാഷ്ട്രഭരണം എങ്ങനെയാകണം, ക്ഷേമരാഷ്ട്രം എന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നിവയിലേക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വെളിച്ചം വീശുന്നു. ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിലാണ് ചാണക്യൻ ജീവിച്ചിരുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാന ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. നന്ദരാജവംശത്തെ സ്ഥാനഭ്രഷ്ടമാക്കുന്നതിലും മൗര്യ സാമ്രാജ്യ സ്ഥാപനത്തിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി. രാഷ്ട്രഭരണം, സാമ്പത്തിക ശാസ്ത്രം, സൈനിക തന്ത്രം എന്നിവയെക്കുറിച്ചെല്ലാമുള്ള അഗാധമായ അറിവുകൾ പകരുന്ന അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ചാണക്യൻ രചിച്ചതാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പതനം AD 6-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. അതോടെ ചാണക്യചരിതവും വിസ്മൃതിയിലായി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ചാണക്യനെ വീണ്ടും കണ്ടെത്തുകയുണ്ടായി. തക്ഷശിലയിൽ ചണക, ചനേശ്വരി എന്നീ ദമ്പതികളുടെ പുത്രനായാണ് അദ്ദേഹം ജനിച്ചത്. യൗവനാരംഭത്തിൽ തന്നെ സർവശാസ്ത്ര പാരംഗതനായി മാറി ചാണക്യൻ. കാഴ്ചയ്ക്ക് അത്ര ആകർഷണമുള്ള വ്യക്തിയായിരുന്നില്ല അദ്ദേഹം. തക്ഷശിലയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിൽക്കാലത്ത് ചാണക്യൻ തക്ഷശില, നാളന്ദ എന്നീ വിശ്വവിദ്യാലയങ്ങളിലെ ആചാര്യനായി മാറുകയുണ്ടായി. നന്ദരാജവംശമായ ധനനന്ദനിൽ നിന്ന് ഒരിക്കൽ പരിഹാസം നേരിടേണ്ടി വന്ന ചാണക്യൻ നന്ദരാജവംശത്തെ സ്ഥാനഭ്രഷ്ടമാക്കുമെന്ന പ്രതിജ്ഞയെടുത്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന് പിന്തുണയുമായി രംഗത്ത് വന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയെ ചന്ദ്രഗുപ്തന് പരാജയപ്പെടുത്താനായത് ചാണക്യൻ്റെ സാമർഥ്യത്താൽ ആണ്. ചാണക്യനീതി എന്ന ഗ്രന്ഥം വിജ്ഞാനം, തന്ത്രം, ധർമ്മം, മികവാർന്ന പ്രവർത്തനം എന്നിവയിലേക്കുള്ള നല്ലൊരു ദിശാസൂചകമാണ്. ചരിത്രം, വർത്തമാനം, ജനജീവിതം എന്നിവയിലെല്ലാം നല്ല പ്രയോഗ വിജ്ഞാനം അദ്ദേഹം പുലർത്തിയിരുന്നു. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ മഹത്വം ആന്തരിക സൗന്ദര്യത്തിനാണ് അന്ന് അദ്ദേഹം കൽപ്പിച്ചിരുന്നു. BC 275-ലാണ് ചാണക്യൻ അന്തരിച്ചത്. മരണകാരണം നിഗൂഢമാണ്. ഒരു കഥ ഇപ്രകാരമാണ്. ചക്രവർത്തി ബിന്ദുസാരൻ്റെ കൽപ്പന പ്രകാരം സുബന്ധു എന്നൊരാൾ ചാണക്യനെ അഗ്നിക്ക് ഇരയാക്കിയത്രേ.